അപ്പൊ മുത്തുള്ളി സാർ, നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഷാജി പാപ്പനാണ്. ഒരു സന്തോഷ വാർത്ത അറിയിപ്പിക്കാനാണ്. നമ്മുടെ എന്താ പറയുന്ന പ്രിയ ചേച്ചി ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിങ്ങിനെ വിളിച്ച്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഞാനിപ്പോ എറണാകുളത്ത് ചേച്ചിയുടെ വീട്ടിലാണുള്ളത്. ഇത് കൂടെയുള്ള അവിടെ ഒരു നായികയാണ്. പ്രിയ എന്താ പേര്? നീലാംബരി. അപ്പം എന്താ കണ്ടോണ്ടാ എന്നെ വിളിച്ചതെന്ന് എനിക്കറിയാൻ വയ്യ ചേച്ചി. ഞാൻ ആദ്യമായിട്ടാണ് ഈ മേഖലയിലോട്ടൊക്കെ കൈ വെക്കുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എന്നെ ചേച്ചി ഇങ്ങനെ ഒരു ഫിലിമിന്റെ മുമ്പിലോട്ട് എന്നെ കൊണ്ടുവരുന്നത് തന്നെ. ചേച്ചി എന്തായാലും ഒരു സിനിമ ഉടനെ തുടങ്ങുന്നുണ്ട്. അതിനകത്തൊരു മനോരോഗിയുടെ വേഷമൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എവിടെ പോയി എത്തുമെന്ന് അറിയാൻ വയ്യ. ഏത് രീതിയിൽ മനോരോഗിയുടെ വേഷമൊക്കെ തന്നിട്ട് കൊണ്ടുവന്നറിയാൻ വയ്യ. എന്തായാലും പ്രിയ ചേച്ചി എന്തായാലും ഈ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ വിളിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ചേച്ചിയുടെ അടുത്ത് പറഞ്ഞാൽ തീരാത്ത അത്രയും നന്ദിയുണ്ട്. ദൈവത്തോടും അത്രയ്ക്ക് നന്ദി പറയുന്നുണ്ട്. എന്തായാലും ചേച്ചി എവിടം വരെ കൊണ്ടുവന്ന് എന്നെ എത്തിക്കുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നുണ്ട്. ഇനി ചേച്ചി എന്തായാലും കൈപിടിച്ച് ഇനി ഉയരങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ തന്നെ ചേച്ചിയുടെ വീട്ടിലെ ചേച്ചിയുടെ അടുത്ത് തന്നെ ഉണ്ട്. ആ ചേച്ചി കൂടി ഇരുന്ന് ഭയങ്കര സെറ്റപ്പിലൊക്കെ പറഞ്ഞത്. ഞാൻ ഈ നമ്മൾ ഈ കടന്ന് ക്യാമറയുടെ മുമ്പിൽ കിടന്ന് തകർക്കുന്നതൊന്നല്ല. ഇത് ഇവിടെ വന്നപ്പോൾ ആ ഒരു വലിയൊരു ഫയൽ തന്നെ എടുത്ത് നമ്മുടെ കൈ തന്നേക്കോ പേപ്പർ ഇത് മൊത്തം കുത്തിയിരുന്ന് പഠിപ്പിച്ച് ചേച്ചി എന്തായാലും നമ്മളെ ഇതിനകത്ത് കൈപിടിച്ച് കൊണ്ടുവരുമെന്ന് ചേച്ചി പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടറിയാം എങ്ങനെയാണെന്നുള്ള നിങ്ങളുടെ എല്ലാ അനുഗ്രഹം എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണം. അപ്പൊ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷാജി പാപ്പ, നിങ്ങളൊക്കെ എപ്പോഴും പറയാറില്ലേ ഷാജി പാപ്പ ഉയരങ്ങളിൽ എത്തിയിരിക്കും, നല്ലൊരു മനസ്സാണ്, നല്ലതിനു വേണ്ടി കടന്ന് സംസാരിക്കുന്നതാണ്. തീർച്ചയായിട്ടും അതുവഴി ദൈവം അനുഗ്രഹിച്ച് കൊണ്ടു തന്നെയാണ് പി ചേച്ചി. എന്തായാലും ചേച്ചി വിളിച്ച് അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ചേച്ചി എന്താണ് ഒരു രണ്ട് വാക്ക്? ഒരുപാട് പേര് എൻ്റെ അടുത്ത് അഭിനയിക്കാനായിട്ട് അവസരം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ പറയുന്ന ഇതാണ്, നിശ്ചിത പ്രൊഡ്യൂസർ ഇല്ല. അപ്പൊ എന്താ പറയാ, നിങ്ങൾ ചെറിയൊരു കുഞ്ഞു ഫണ്ട് അത് കയ്യിലുള്ളത് മതി. അത് 1000 ആണേലും അത് നമ്മൾ ഇട്ട് സ്വരുക്കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ഒരു വർക്ക് എടുക്കുന്നത്. പക്ഷേ എനിക്ക് വേണ്ട കഥാപാത്രങ്ങൾ